എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇനി നമ്മുടെ CPO IRB WCP എക്സാമിൽ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന നിമിഷം സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടുള്ള ചോദ്യമാണ്. ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും ടോപ്പിക്കുകൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കവർച്ചയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്, റോബറിയെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സെക്ഷനുകളാണ്. അതല്ലാതെ കുറച്ച് കോംപ്ലക്സ് ആക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെക്ഷനുകളും ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ BNSൽ നിന്നൊരു ചോദ്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ ഏകദേശം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും BNSലെ ഏത് വകുപ്പാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പ് ഏതാണെന്ന് ഓർത്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷനുകളിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്നത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ധാരണ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ വായിൽ തന്നെ നോക്കിയിരിക്കണമെന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനൊരു സെക്ഷൻ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഒരു റിവിഷൻ പോലെ വർക്കാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അവസാന നിമിഷം വന്ന് എൻ്റെ അരമണിക്കൂറൂടെ എനിക്ക് വേണ്ടി അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് വേസ്റ്റ് ആണ്. സോ ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. അത്തരത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്, കൂടുതൽ റിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു PDF ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വേണമെങ്കിൽ, ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വേണമെങ്കിൽ ഞങ്ങളുടെ മോക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മിനിമം ഇനി അങ്ങോട്ട് ഡെയിലി 2-3 മോക്ക് വെച്ച് ചെയ്യേണ്ട സമയമാണ്. ഇതുവരെ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ബെയർ മിനിമം ആണ്, അതെങ്കിലും ചെയ്യുക. നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയം കൊണ്ട് ഇത് വായിച്ചു കാണുമെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ഞാനങ്ങ് പറയാം. എന്താണ് ഈ പറയുന്ന താഴത്തിൽ ഈ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒഫൻസ്, കുറ്റം എന്ന രീതിയിൽ നിർണ്ണയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഏതാണ്? നമ്മുടെ BNS നിയമപ്രകാരം കുറ്റം എന്ന നിലയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇത് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ നിങ്ങൾ വായിച്ചിട്ട് ഇത് കുറ്റമാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണോ എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ BNSൽ ഒഫൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ BNSൽ ഒഫൻസ് ഇതിന്റെ കൂടെ റിവൈസ് ചെയ്ത് പോവാണ് നമ്മൾ കേട്ടോ. അപ്പൊ ഒഫൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2 ക്ലോസ് 24 ആണ് അല്ലെ. അപ്പൊ ഒഫൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 24 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, പബ്ലിക് സർവന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 2 ക്ലോസ് 28. ഞാൻ എല്ലാം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരെണ്ണം പഠിക്കുമ്പോൾ അതിന് കൂടെ എല്ലാം പറഞ്ഞു പോകണം. അപ്പോൾ ഒഫൻസ് എന്താണ്, കുറ്റം എന്താണ് നിർവചിക്കുന്നത് സെക്ഷൻ 2 ക്ലോസ് 24 ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് കുറ്റം? കുറ്റത്തിന് വലിയ ഡെഫിനിഷൻ നമ്മുടെ നിയമത്തിൽ കൊടുത്തിട്ടില്ല. പണിഷബിൾ ബൈ ലോ എന്നാണ്. നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം പണിഷ് ചെയ്യാൻ പറ്റുന്ന, ശിക്ഷിക്കപ്പെടുന്നതൊക്കെ എന്താണ്? കുറ്റമാണ്. നമ്മൾ ജനറലായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരു കുറ്റത്തിന് എപ്പോഴും 2 എലമെന്റ് ഉണ്ടായിരിക്കണം. ഒരു ആക്ട് ഓർ ഒമിഷൻ, ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കണം, പ്ലസ് എന്താണ് നമ്മുടെ ആ പറയുന്ന ആക്ട് ഓർ ഒമിഷൻ എന്തായിരിക്കണം? നമ്മുടെ നാട്ടിൽ പണിഷബിൾ ആയിരിക്കണം. അത്രയേ ഉള്ളല്ലോ. സിഗരറ്റ് വലിക്കുന്നത് ഒരു ആക്ട് ആണ്, അല്ലെങ്കിൽ വലിക്കാതിരിക്കുന്നത് ഒമിഷൻ ആണ്. അപ്പൊ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് മാത്രം എന്താവുന്നില്ല, അത് ഒഫൻസ് ആവുന്നില്ല. നമ്മുടെ നാട്ടിൽ അത് പണിഷബിൾ ആണ്. അതൊരു എന്താണ്, അത് കുറ്റകരമാകുന്ന എന്തുകൊണ്ടാണ്? അതിന് പണിഷ്മെന്റ് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഈ 2 പോയിന്റ് വന്നാൽ മാത്രമേ ഒഫൻസ് ആവത്തുള്ളൂ. കൂടുതൽ കാടടച്ച് വെടിവെക്കുന്നില്ല, 2 പോയിന്റുകളെ പറഞ്ഞോളൂ. സെക്ഷൻ 2 ക്ലോസ് 24 ഒഫൻസ് എന്താണെന്ന് പറയുന്നത്. പണിഷബിൾ ബൈ ലോ എന്ന് മാത്രം ഓർത്താൽ മതി കേട്ടോ. സെക്ഷൻ 2 ക്ലോസ് 28 പബ്ലിക് സർവന്റ് എന്താണ്? 2 ക്ലോസ് 28 പബ്ലിക് സർവന്റ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 2 ക്ലോസ് 14 ഇഞ്ചുറി എന്താണെന്ന് പറയുന്നത്. 2 ക്ലോസ് 13 ഹാർബറിംഗ് എന്ന് പറയുന്നത്. ഹാർബർ എന്ന് പറയുന്നത് എന്താണ്? ഹാർബർ എന്ന് പറഞ്ഞാൽ തുറമുഖം എന്നല്ല എൻ്റെ അർത്ഥം, ആൾറെഡി നിങ്ങൾ പഠിച്ചു കാണും. പിന്നെ അതുപോലെ തന്നെ 2 ക്ലോസ് 8 ഡോക്യുമെന്റ് എന്താണെന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളാണ് ആ ഡെഫിനിഷൻ പാർട്ടിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 2 ക്ലോസ് 24, 2 ക്ലോസ് 28, 2 ക്ലോസ് 14, 2 ക്ലോസ് 13, 2 ക്ലോസ് 8. ഇത് കൂടാതെ സെക്ഷൻ 4, സെക്ഷൻ 11 2 സെക്ഷനുകൾ കൂടി പഠിക്കുക.
റിവിഷൻ പോലെ ഞാൻ പറഞ്ഞു പോവാണ്. സെക്ഷൻ 4ഉം സെക്ഷൻ 11ഉം കൂടി പഠിക്കുക. സെക്ഷൻ 4ൽ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് ആണ് പറയുന്നത്. പുതിയതായിട്ടൊരു പണിഷ്മെന്റ് കമ്മ്യൂണിറ്റി സർവീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 11ൽ പറയുന്ന സോളിറ്ററി കൺഫൈൻമെന്റ്. ഈ 2 സെക്ഷനുകൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത്രയും പോർഷൻ കവർ ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ സെക്ഷൻ 4ൽ എന്താ പറയുന്നത്? ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര തരം പണിഷ്മെന്റ് ഉണ്ടെന്ന് നോക്കണം. പുതുതായിട്ട് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പണിഷ്മെന്റ് ഏതൊക്കെ സെക്ഷനുകളിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി സെക്ഷൻ 11ലാണ് സോളിറ്ററി കൺഫൈൻമെന്റ് പറയുന്നത്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൾറെഡി ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ ഇതാ പറയുന്നത്, ഇതിൽ ഏതാണ് നമ്മുടെ നാട്ടിൽ ഒഫൻസ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. BNS പ്രകാരം ഒരു വ്യക്തി നികുതി അടയ്ക്കേണ്ട സമയത്ത് അത് അടയ്ക്കാത്തതിലൂടെ സർക്കാരിന് നൽകേണ്ട പണം നൽകാതിരിക്കുന്നു. ഈ വീഴ്ചയ്ക്ക് നിലവിലെ നികുതി നിയമം ഒരു പിഴ ചുമത്തുകയും ചെയ്യുന്നു. ഒഫൻസ് ആണോ? അതൊരു ഒഫൻസ് ആണോ? നിങ്ങൾ വായിച്ചിട്ട് അവസാനം പറഞ്ഞാൽ മതി. അടുത്ത രണ്ടാമത്, ഒരു പൊതുപ്രതിഷേധത്തിൽ ഒരു സംഘം കൂട്ടായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇത് ഗതാഗതത്തിന് താൽക്കാലിക തടസ്സം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അക്രമത്തിലേക്ക് നീങ്ങാത്ത പക്ഷം അത്തരം ഒത്തുചേരലിനെ ഒരു പ്രത്യേക നിയമം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയില്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവസാന സെൻസിൽ അത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഒത്തുചേരലിനെ ഒരു പ്രത്യേക നിയമവും ശിക്ഷിക്കുന്നില്ല. അങ്ങനെ ഒത്തുചേരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശിക്ഷയൊന്നും കൊടുക്കുന്നില്ല. സോ അത് പണിഷബിൾ അല്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒരാൾ സ്വയം പ്രതിരോധത്തിനായി ഒരു അക്രമിയെ പരിക്കേൽപ്പിക്കുന്നു. പ്രൈവറ്റ് ഡിഫൻസ് ആയി. അല്ലാത്ത പക്ഷം അതൊരു കുറ്റകൃത്യമായിരിക്കുമെങ്കിലും, അല്ലാത്ത പക്ഷം അയാൾ സ്വയം രക്ഷിക്കാൻ അല്ലാത്ത പക്ഷം അത് കുറ്റകൃത്യമാണെങ്കിലും അയാൾ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ അതും പണിഷബിൾ അല്ല, ഇതും പണിഷബിൾ അല്ല. ഇനി ഒരു നിയമനിർമ്മാതാവ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. ആ ബില്ല് നിയമമായാൽ നിയമപരമായിരുന്ന ഒരു പ്രവൃത്തി കുറ്റകരമാകും. അത് ഫ്യൂച്ചറിൽ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് നടന്നിട്ടില്ല. ഒരാൾ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഇപ്പോ നല്ല നിയമപരമായിട്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നോക്കി, സിഗരറ്റ് വലിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. സിഗരറ്റ് വലി ഇപ്പോ എന്താണ് നിയമപരമായിട്ടിരിക്കുന്ന കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുക, ഞാനൊരു സിഗരറ്റിനെതിരെ ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നത് എന്താകും? ഇല്ലീഗലായിട്ട് മാറും. പക്ഷെ ഇതൊന്നും ഇവിടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മൾ ഈ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ബേജാറാവുന്നത്? സോ ഈ മൂന്നും നിലവിൽ നമ്മുടെ നാട്ടിൽ പണിഷബിൾ അല്ല. ഇത് മൂന്നും നമ്മുടെ നാട്ടിൽ പണിഷബിൾ അല്ല. ഇനി ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അത് കിട്ടേണ്ടതാണ്. നിലവിലെ നികുതി നിയമപ്രകാരം അതിനൊരു പിഴ എന്ന് പറഞ്ഞ പണിഷ്മെന്റ് ആടേ. നമ്മുടെ പണിഷ്മെന്റിന്റെ ഒരു സാധനമല്ലേ പിഴ എന്ന് പറയുന്നത്. അപ്പോൾ പിഴയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കണം അതൊരു പണിഷ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ പൊതുവായ ഒഴിവാക്കലുകൾ പ്രകാരം ഒരു പ്രവൃത്തി ക്രിമിനൽ സ്വഭാവമുള്ളതാണെങ്കിൽ പോലും ചില പ്രത്യേക, അതായത് ജനറൽ എക്സെപ്ഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ജനറൽ എക്സെപ്ഷൻ നമ്മൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് അറിയാം. എല്ലാ പോയിന്റ്സും നോക്കിക്കോണം. കഴിഞ്ഞ തവണയൊക്കെ സാധാരണഗതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന എപ്പോഴും ജനറൽ എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ വരുമെന്നാണ്. പക്ഷേ PSC എപ്പോഴും നിരാശപ്പെടുത്താറുണ്ട്. പക്ഷെ ഇത്തവണ നിരാശ ഉണ്ടാകില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ നിന്ന് ചോദ്യം ഉണ്ടാകും. മാനസിക ഭ്രാന്തി. ഏതാ മാനസിക ഭ്രാന്തിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ? നോക്കി, നമ്മൾ ഇതിൽ ഏതാണ് ജനറൽ എക്സെപ്ഷന്റെ കീഴിൽ വരുന്നതെന്നാണ് ചോദ്യം. നിങ്ങളത് പെട്ടെന്ന് വായിച്ചു പോണേ. മാനസിക ഭ്രാന്തിയിലായ ഒരാൾ തന്റെ കുട്ടിയെ ഒരു ഭീകരജീവിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുന്നു. ഒരാൾ തന്റെ കുട്ടിയെ ആക്രമിക്കുകയാണെന്ന് കരുതിക്കൊണ്ട് അങ്ങനെ മാനസിക ഭ്രാന്തിയിലായിട്ടാണ് അല്ലേ? ഏത് സെക്ഷൻ? സെക്ഷൻ 21, 21, 22 അല്ലെ? 20 ഏതാണ്? 20 ആണ് നമ്മൾ ഡോളിയൻ ക്യാപെക്സ് പറയുന്നത് അല്ലേ? 7 വയസ്സിന് താഴെയുള്ളത്. 21 എന്ന് പറയുമ്പോൾ 7-നും 12. 22 ആണ് നമ്മൾ ഇൻസാനിറ്റിയെ കുറിച്ച് പറയുന്നത് അല്ലേ? ഭ്രാന്ത് എന്ന് കൃത്യമായിട്ട് മാനസിക ഭ്രാന്തി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്. സോ ഇവിടെ 22ന്റെ എക്സെപ്ഷൻ കിട്ടും അല്ലെ? അയാൾ മാനസിക ഭ്രാന്തിയിലാണെന്ന് നമ്മൾ ഉറപ്പാണല്ലോ. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞേക്കാണ്. ഇനി ബിയിലേക്ക് വരികയാണെങ്കിൽ സായുധരായ ഒരു കൂട്ടം ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ആസന്നമായ ഭരണവിഷയം. ഞാൻ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയട്ടെ. അതായത് കുറെ ആളുകൾ വന്നിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരു കടയിലേക്ക് കയറിയിട്ട് സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ പറയാണ്, ആഹാര സാധനങ്ങൾ മോഷ്ടിക്കാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനറൽ എക്സെപ്ഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. സെക്ഷൻ 32 വായിച്ചു നോക്കണം. BNSലെ സെക്ഷൻ 32 കമ്പൽഷൻ ആണ്. എന്നെ പ്രേരിപ്പിച്ച് നിർബന്ധിപ്പിച്ച് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഇൻസ്റ്റന്റ് ഓഫ് ഫിയർ ഓഫ് ഡെത്ത്, എന്നെ വധിക്കുമെന്നോ എന്നെ ഇഞ്ചുറി വരുത്തുമെന്നൊക്കെ പേടിപ്പിച്ചുകൊണ്ട് എന്നെ ഒരു കാര്യം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒഫൻസ് അല്ല, അത് കുറ്റമല്ലെന്ന് സെക്ഷൻ 32 BNSൽ പറയുന്നുണ്ട്. അതിന് ബാധകമാണ്. സോ ഇതും എക്സെപ്ഷന്റെ കീഴിൽ വരുന്നുണ്ട്. ഇത് ഏതിന്റെ എക്സെപ്ഷൻ ആണ്? സെക്ഷൻ 32 അല്ലെ? സെക്ഷൻ 22 ഇൻസാനിറ്റി. ഇതേതാണ്? സെക്ഷൻ 32 കമ്പൽഷൻ, നിർബന്ധിച്ച് നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുകയാണ്. അതും ഒഫൻസ് അല്ല, അതൊരു കുറ്റമല്ല. ഇനി നോക്കിയേ മൂന്നാമത്തത്, ഇരുട്ടിലെ അവ്യക്തമായ ശബ്ദങ്ങളും നിഴലുകളും കാരണം ജാമ്യമല്ലാത്ത ഒരു കുറ്റകൃത്യം നടക്കുന്നു എന്ന് ആത്മാർത്ഥമായി എന്നാൽ തെറ്റായി വിശ്വസിച്ച ഒരു പൗരൻ
ഒരു നിരപരാധിയായ വഴിയാത്രക്കാരനെ തടങ്കലിൽ വെക്കാൻ നിസ്സാരമായ ബലം പ്രയോഗിക്കുന്നു. ഇത് 17 പറയുന്ന സെക്ഷൻ 17 പറയുന്ന ജസ്റ്റിഫൈഡ് ബൈ ലോ ആണ്. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്കും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾ ബൗണ്ട് ബൈ ലോ അല്ല, നിങ്ങൾ ജസ്റ്റിഫൈഡ് ബൈ ലോ ആണ് നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തോ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണ്, ഒരു കൊഗ്നൈസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നോൺ ബെയിലബിളും കൊഗ്നൈസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 17 നിങ്ങൾ അങ്ങനെ അവിടെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, മിസ്റ്റേക്ക് ഓഫ് ലോ അല്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്. അങ്ങനെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് മൂലം നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ നിയമത്താൽ ജസ്റ്റിഫൈഡ് ആണ്, നീതീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അത് ജനറൽ എക്സെപ്ഷന്റെ കീഴിൽ വരും. സെക്ഷൻ 17 അറിയാത്ത ആളുകൾ സെക്ഷൻ 17 വായിക്കുക. ഇനി നോക്കിയേ ഡി. ഒരു കെട്ടിടമുള്ള പഴയതും തെറ്റായി വ്യാഖ്യാനിച്ചതുമായ ഒരു എഞ്ചിനീയറിംഗ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തന്റെ കെട്ടിടത്തിന് ആസന്നമായ നൽവാസത്തില്ല. നോക്കിയേ, ഇത് വളരെ കോംപ്ലക്സ് ആയിട്ട് വരുന്ന സാധനമാണ്. സെക്ഷൻ ഇതിൽ ഏതാണ് 3 എന്തായാലും ശരിയാണ്, നമ്മൾ ജനറൽ എക്സെപ്ഷന്റെ കീഴിൽ വന്നു. അപ്പൊ 4ാമത്തെ എന്തായാലും ആയിരിക്കില്ലെന്ന് നമ്മൾ വിശ്വസിക്കാം. അപ്പൊ നോക്കി ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു കെട്ടിട ഉടമ എന്താണ് തന്റെ ഈ പറയുന്ന തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു സാധനം അപകട ഭീഷണിയിലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഒരു എഞ്ചിനീയർ, പഴയത് ഒരു എഞ്ചിനീയർ പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അയാളെ സാധനം പൊളിച്ചു കളയാണ്. ഇത് നമ്മളൊരു ആക്സിഡന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നെസസിറ്റി ആക്സിഡന്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ കീഴിൽ എക്സെപ്ഷൻ വരുമോ എന്നാണ് ഇവർ കറക്കി വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ നന്നായി വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആ ഒരു സാധനം വർക്കൗട്ട് ആവില്ല. ഒന്നാമത്തെ കാരണം ഈ തെറ്റായി വ്യാഖ്യാനിച്ചതായ ഒരു സാധനം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്. പക്ഷേ എന്താണ് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമിനന്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആസന്നമായെന്ന് പറഞ്ഞാൽ എപ്പോഴോ വരാൻ പോകുന്നതാണ്. നമ്മൾ ഈ ആക്സിഡന്റോ അല്ലെങ്കിൽ നെസസിറ്റിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടണമെങ്കിൽ നെസസിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിചാരിക്കും. ഇത് ഒഴിവാക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. ഇത് പൊളിച്ചാലേ ഈ ബാക്കിയുള്ള ആളുകളെയൊക്കെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്തതാണ്. പക്ഷെ അവിടെ എമിനന്റ് ആയിട്ടുള്ള ഉടൻ തന്നെ ഉള്ള ഒരു അവിടെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എക്സെപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഉടനടി ഒരു അപകടത്തിന്റെ സാധ്യത ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷന്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ആൾറെഡി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കേരളത്തിലല്ലെന്നേ ഉള്ളൂ. ഈ ഡി എന്ന് പറയുന്നതിന്റെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കണമെന്ന്. ഇത് നമ്മൾ ചിലപ്പോൾ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും കേട്ടോ. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷേ ഇതിൽ ഏറ്റവും ചാൻസ് കുറവായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷനും കോടതി അംഗീകരിക്കും, ജനറൽ എക്സെപ്ഷൻ ആണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കുറച്ച് പാടായിരിക്കും. അത് അത്ര നിങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിയമം അതിന്റെ ബാക്കിയാണ് അതിന്റെ ക്വസ്റ്റ്യൻ. വലിയ ദുരന്തം തടയാനുള്ള ഏക മാർഗമെന്ന് വിശ്വസിച്ച് മുനിസിപ്പാലിറ്റിയുടെ വല്ലവന്റെ ഉടമസ്ഥയിലുള്ള സാധനമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലുള്ള തികച്ചും സുരക്ഷിതമായ ഇതെല്ലാം വരുമ്പോൾ കറക്റ്റായി തികച്ചും സുരക്ഷിതമായ ഒരു പൊതു നടപ്പാത പുള്ളിക്കാരൻ പൊളിച്ചങ്ങ് കളഞ്ഞു. ഇനി അടുത്തത് ഭാരതീയ ന്യായ സംഹിത 2021 പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള മനുഷ്യക്കടത്തിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ അല്ലെ. എത്രയാണ് 143 ക്ലോസ് 2 അതിന്റെ ശിക്ഷയൊക്കെ പറയുന്നത്. ഒരാളെയാണ് കടത്തുന്നതെങ്കിൽ 1 കൂടുതൽ ആളുകളാണെങ്കിൽ എത്രയാണ്, മൈനർ ആണെങ്കിൽ എത്രയാണ്, 1 കൂടുതൽ മൈനർ ആണെങ്കിൽ എത്രയാണ്, പബ്ലിക് സർവന്റ് ആണെങ്കിൽ എത്രയാണ്, ഇങ്ങനെയുള്ള ആ പണിഷ്മെന്റ് കാര്യങ്ങളെല്ലാം നോക്കണം. 143 നമ്മൾ ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ച് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. മനുഷ്യക്കടത്തിനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എടുക്കുക എന്നുള്ളതാണ്. ശാരീരിക ബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരുടെ സമ്മതം ഒരു സാധുവായ പ്രതിരോധമാണ്. ഒരിക്കലും അല്ല. കാരണം ഒന്നാമത് തന്നെ ഇവിടെ തന്നെ തെറ്റാണ്. പ്രായപൂർത്തിയാകാത്ത ആളിന് സമ്മതം കൊടുക്കാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കൺസെന്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയാകണം. നമ്മുടെ നാട്ടിൽ മേജർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, കൺസെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണ്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് എന്നെയാണ് കൊടുത്തിക്കൊണ്ട് പോകുന്നത്, ഞാൻ 16 വയസ്സുള്ള പയ്യനാണെന്ന് വിചാരിക്കും, ഞാൻ സമ്മതം എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശാരീരിക ഫോഴ്സ് എൻ്റെ അടുത്ത് ക്രിമിനൽ ഫോഴ്സ് ഒന്നും ഉപയോഗിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഓപ്ഷൻ എ പറഞ്ഞത്. തെറ്റാണ്. കാരണം എൻ്റെ കൺസെന്റിന് അവിടെ യാതൊരു വാല്യൂ ഇല്ല. എന്നെ കടത്തിക്കൊണ്ടുപോയി എൻ്റെ സമ്മതം വാങ്ങിച്ചോ വാങ്ങാതെയൊക്കെ പോയാലും അതൊരു ഒഫൻസ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. കുട്ടിയുടെ രക്ഷകർത്താവ് സമ്മതം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കുട്ടിയെ കുട്ടിയുടെ രക്ഷകർത്താവല്ല, ഇനി ഏത് പൊന്നുതമ്പുരാൻ ഈ പറയുന്ന സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് നേരെയുള്ള ഏത് തരത്തിലുള്ള ചൂഷണവും എക്സ്പ്ലോയിറ്റേഷനും ഒഫൻസ് ആണ്. സിമ്പിൾ ആണ്. ഈ 2ാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ബോധമുള്ള ആളിന് മനസ്സിലാവും. എന്നാലും നമുക്ക് 3ാമത്തെ ഓപ്ഷൻ നോക്കാം. അന്താരാഷ്ട്ര അതിർത്തി കടന്നുള്ള മനുഷ്യക്കടത്ത് മാത്രമാണ് BNS പ്രകാരം ശിക്ഷാർഹം. നമ്മുടെ BNS-ൽ അന്താരാഷ്ട്ര അതിർത്തി, അതായത് ഇന്ത്യയും ശ്രീലങ്കയും ഇന്ത്യയും ബംഗ്ലാദേശും ഇന്ത്യ അമേരിക്കയും, അതാണ് ഈ അന്താരാഷ്ട്ര അതിർത്തി. അതിന് മാത്രമേ BNS ബാധകമോ അല്ല. നമ്മുടെ മനുഷ്യക്കടത്ത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയാലും കൊല്ലത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയാലും എല്ലാം BNS-ൽ ബാധകമാണ്. ഓപ്ഷൻ അപ്പോൾ സി തെറ്റാണല്ലേ. ഇനി ശാരീരിക ചൂഷണത്തിന്റെ യഥാർത്ഥ തെളിവുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യക്കടത്ത്, അതായത് ഈ ഹ്യൂമൻ ബോഡിയുടെ എക്സ്പ്ലോയിറ്റേഷൻ ശാരീരികമായിട്ട് ഈ കുട്ടിയെ
അല്ലെങ്കിൽ ഈ വ്യക്തികളെ ചൂഷണം ചെയ്തെന്ന് തെളിയിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഇതൊരു ഒഫൻസ് ആയിട്ട് മാറത്തുള്ളൂ. അങ്ങനെയാണോ? ഒരാളെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് കൊണ്ടുപോയാൽ മതി, അതിന് അയാളെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്യണമെന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിന്റെ പരിധിയിൽ തന്നെ വരും. അദ്ദേഹത്തിന് എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി, അത് ശാരീരിക ചൂഷണം തന്നെ ആവണമെന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു, ബി ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീ തന്റെ ഓഫീസിലെ സൂപ്പർവൈസർ ഓഫീസ് സമയത്ത് ശേഷം അയാളുടെ കൂടെ സ്വകാര്യമായി സമയം ചെലവഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അയാൾ അവളെ ഇതുവരെ സ്പർശിക്കുകയോ വ്യക്തമായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഓക്കെയാണ്. എന്നാൽ ഇത്തരം നല്ല പോസ്റ്റിങ്ങൾക്ക്, ഇത്തരം പോസ്റ്റിങ്ങൾ, നല്ല പോസ്റ്റിംഗ് കിട്ടാനായിട്ട് ലൈംഗിക ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുന്ന, സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളുമുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ BNS പ്രകാരം ഈ താഴെ പറയുന്നതിൽ ഏതാണ് ശരി? നിങ്ങൾ എൻ്റെ കൂടെ ആലോചിക്കേണ്ടത് ഏത് സെക്ഷൻ ആണെന്നാണ്. ഏത് സെക്ഷനാണ്? നമ്മുടെ BNSലെ സെക്ഷൻ 75 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്. രണ്ട് കാര്യമുണ്ട്, സെക്ഷൻ 74 ഉണ്ട്, സെക്ഷൻ 75 ഉണ്ട്. ഒന്ന് സെക്ഷൽ അസാൾട്ട് ആണ് സെക്ഷൻ 74. സെക്ഷൻ 75ലാണ് സെക്ഷൽ ഹരാസ്മെന്റ് പറയുന്നത്. സെക്ഷൽ അസാൾട്ട് 74ലാണെങ്കിൽ 1 വർഷം മുതൽ 5 വർഷം വരെ തടവാണ് കിട്ടുന്നത്, നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. സെക്ഷൻ 75ലാണെങ്കിൽ ഇതിൽ എന്തുണ്ട്? 4 ക്ലോസുകൾ, നമുക്ക് സബ് ക്ലോസുകൾ, 75 ക്ലോസ് 1 ക്ലോസിൽ അതിനകത്ത് തന്നെ 4 സബ് ക്ലോസുകൾ കാണാൻ പറ്റും. അതിനകത്ത് സെക്ഷലി കളേർഡ് റിമാർക്സ് മാത്രമാണ് 1 ഇയർ വരെ ഇംപ്രിസൺമെന്റ് വരുന്നത്. ബാക്കിയെല്ലാം ഇൻക്ലൂഡിങ് സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുക, എന്താണ് ലൈംഗികരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡ്വാൻസ്മെന്റുകൾ അല്ലെങ്കിൽ പോണോഗ്രാഫിക് കണ്ടന്റുകൾ കാണിക്കുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പണിഷബിൾ ആണ്. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് സെക്ഷൻ 75ലെ ആദ്യത്തെ 3 ക്ലോസുകൾ. ഏറ്റവും അവസാനത്തിലെ സെക്ഷലി കളേർഡ് റിമാർക്സുകൾ, എന്താ ലൈംഗിക ചുവയുള്ള സംസാരത്തിനാണ് 1 വർഷം വരെ പിഴ കൊടുക്കാൻ എന്ന് പറയുന്നത്, ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, എന്താ അതിനകത്ത് നമ്മൾ ഏതാ നമുക്ക് വർക്ക് ചെയ്യാവുന്ന? ശാരീരിക സമ്പർക്കം ഇല്ലാത്തതിന് ഇതിൽ കുറ്റമല്ലേ? ഇത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം, ഉറപ്പായിട്ടും കണക്കാക്കാം. ഇത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്, കാരണം ഇതിൽ ലൈംഗിക ആനുകൂല്യങ്ങൾ, സെക്ഷൽ ഫേവേഴ്സ് പുള്ളി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെക്ഷൻ ഏതാണ്? 354 അല്ല, സെക്ഷൻ 75 ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സെക്ഷൻ 75 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 74 ആണ് സെക്ഷൽ അസാൾട്ട്. എന്താണ് നമ്മൾ സാധാരണ പറയുന്ന സ്ത്രീത്വത്തിനെതിരെയുള്ള അതിക്രമം അല്ലെങ്കിൽ മൊഡസ്റ്റിയെ, എന്താണ് സ്ത്രീകളുടെ എന്താണ് അന്തസ്സിനെ ഹരിക്കുന്ന രീതിയിലുള്ള ക്രിമിനൽ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ്, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുക, ഇതെല്ലാം സെക്ഷൻ 74 ആണ്. അപ്പോൾ സെക്ഷൻ 74ഉം 75ഉം നോക്കുക, ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ചാൻസ് കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, രാത്രിയിൽ തന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒരു കള്ളൻ അതിക്രമിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ കണ്ടു. കള്ളനെ തടയാൻ അയാൾ തന്റെ ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ച് ആകാശത്തേക്ക് ഒരു മുന്നറിയിപ്പ് വെടിയുതിർത്തു. വെടിയുണ്ട ഒരു ലോഹ ഷീറ്റിൽ തട്ടിത്തെറിച്ച അബദ്ധത്തിൽ കള്ളൻ മരിച്ചു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഏതായിരിക്കും? നോക്കാം. സ്വത്തിന്റെ ഇയാള് കാര്യം മനസ്സിലായല്ലോ. വീട്ടിലേക്ക് ഒരു കള്ളനാണെന്ന് പറഞ്ഞ ഒരാൾ കയറി, അപ്പം വെടിവെക്കി, പേടിപ്പിക്കാനായിട്ട് വെടിവെച്ചതാണ്. അപ്പോഴത്തേക്ക് ഒരു ലോഹത്തടി, ആകാശത്തേക്ക് വെടിവെച്ചതാണ്, ലോഹത്തകിടിൽ നിന്ന് തട്ടിയിട്ട് പുള്ളിയുടെ ദേഹത്തേക്ക് കയറി. അപ്പൊ ഇത് കിട്ടി? നെഗ്ലിജൻസ് വെച്ചിട്ടാണോ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, മർഡർ അല്ല എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം, ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കണ്ട. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ശരിയാണ്, എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്, അപ്പോൾ പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ? പ്രൈവറ്റ് ഡിഫൻസ് നോക്കിക്കോണേ, പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഡിഫൻസ് ഇതെടുക്കാൻ നിങ്ങൾ വിചാരിക്കും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇത് വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് നോക്കണം. കൊല്ലാൻ ഉദ്ദേശമോ അറിവോ ഇല്ലാത്തതിൽ, ശരിയല്ലേടെ? അയാളെ കൊല്ലാൻ ഉദ്ദേശമില്ല, അറിവില്ല, കാരണം മുകളിലേക്കാണ് വെടിവെച്ചത്. അതുകൊണ്ട് ആ ഇന്റൻഷനും നോളജും അതിനകത്തില്ല. അപകടത്തിന്റെ പൊതുവായ ഒഴിവാക്കൽ, യെസ്, ഏതാണ് അപകടത്തിന്റെ പൊതുവായ ഒഴിവാക്കൽ? നമ്മൾ സെക്ഷൻ 18ലും 19ലും പറയുന്ന ആക്സിഡന്റും നെസസിറ്റിയും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് ഉപയോഗിക്കാം? ആക്സിഡന്റ് ഉപയോഗിക്കാം അല്ലേ? അയാൾ എന്തില്ല? ഇന്റൻഷൻ ഇല്ല, നോളജ് ഉണ്ടാവാം, പക്ഷെ ഇന്റൻഷൻ ഇല്ല. അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടല്ലേ വെടിവെക്കുന്നത്, മുകളിലേക്കാണ് വെടിവെച്ചത്. പക്ഷെ അതുകൊണ്ട് എന്തില്ല? ഇന്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ആക്സിഡന്റ്, ഇതൊരു ആക്സിഡന്റ് അല്ലേ? അയാൾ അങ്ങനെ ഉദ്ദേശിച്ചത് ചെയ്തതല്ല. സോ നമുക്ക് ഏത് ക്ലെയിം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? ആക്സിഡന്റ്. പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാമെന്ന് വെച്ചാൽ എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലേക്ക് കള്ളം കയറി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഡിഫൻസ് വർക്കാവും. പക്ഷേ ഏറ്റവും നല്ലത് ഇവിടെ ആക്സിഡന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 18 ഓർമ്മയുണ്ടല്ലോ, ആക്സിഡന്റ്. സെക്ഷൻ 19 എന്താ? നെസസിറ്റി, ഏതാ? അനിവാര്യത. എല്ലാം അതിന്റെ കൂടെ പൊക്കോണം കേട്ടോ. പെട്ടെന്നുണ്ടായ പ്രകോപനം ആണോ? പെട്ടെന്നുണ്ടായ പ്രകോപനം അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, പ്രകോപനത്തിന് റീസൺ ഒന്നുമില്ല, അതൊന്നും വേണ്ട. പിന്നെ അനിവാര്യത, നെസസിറ്റി എന്ന് പറയുന്ന സാധനം വർക്കാവോ? നെസസിറ്റി എന്താണ്? ഗ്രേറ്റർ വേണമെങ്കിൽ നെസസിറ്റി എടുക്കാം, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആക്സിഡന്റ് അല്ലേ? അയാൾ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ലല്ലോ. മുകളിലേക്ക് വെടിവെച്ചു, ലോഹത്തകിട് അവിടെ അല്ലാണ്ട് എന്തോ എണ്ണക്കേടിന് അവിടെ കയറിയിരുന്നു, തട്ടി അവിടെ പോയി കയറി. സോ അത് ആക്സിഡന്റ് ആണ്. ഇത് കുറച്ച് ലോജിക് കൂടെ ഉപയോഗിക്കണം. ആക്സിഡന്റ് 2 സെക്ഷൻ ഏതാ? ആക്സിഡന്റിനെ കുറിച്ച് പറയുന്നത് 18,
ആക്സിഡന്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിക്കോണം. നെസസിറ്റി അനിവാര്യതയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 19 ആണ്. രണ്ട് നോക്കിക്കോണേ. പിന്നെ പ്രൈവറ്റ് ഡിഫൻസ് നോക്കണം. പ്രൈവറ്റ് ഡിഫൻസിൽ ഏതൊക്കെയാ? സെക്ഷൻ 35, 36 അല്ലേ? അതാണ് പ്രൈവറ്റ് ഡിഫൻസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പ്രൈവറ്റ് ഡിഫൻസിൽ ചെയ്യുന്ന ഒഫൻസ് എല്ലാം 35ലും ഏതൊക്കെയാണ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് 36ഉം ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സെക്ഷൻ 37. എന്താ സെക്ഷൻ 37 പറയുന്നത്? പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾക്ക് എപ്പോഴാണ് അവൈലബിൾ അല്ലാത്തത് എന്ന് പറയുന്ന സെക്ഷൻ 37 നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. അത് മനസ്സിലാക്കണം. എൻ്റെ ഒരു കണക്കുകൂട്ടൽ അവിടെ നിന്നും ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വീട്ടുടമസ്ഥൻ രാത്രിയിൽ ആരോ വീട്ടിൽ അതിക്രമിച്ചു കയറുന്ന ശബ്ദം കേട്ട് ഉണർന്നു. അയാൾ ഇരുട്ടിൽ രൂപം കലിക്കുന്നതാണെങ്കിൽ അതൊരു ആയുധധാരിയായ കള്ളനാണെന്ന് വിശ്വസിച്ച് മുന്നറിയിപ്പില്ലാതെ അതിക്രമിച്ച് കടന്നയാൾക്ക് നേരെ തന്റെ ലൈസൻസ് ഉള്ള തോക്ക്, കേട്ടോ, ലൈസൻസ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്, തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്തു. പിന്നെയാണ് മനസ്സിലായത് ആ അതിക്രമിച്ച് കയറിയ ആൾ അയൽവാസിയായ ആളിന്റെ മകനായിരുന്നു, മദ്യപിച്ച് വീട് മാറി കയറിയതാണ്. ഓക്കെ, ആള് മരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അയാൾക്ക് പ്രതിരോധിക്കണം. അങ്ങനെയാണ് നിങ്ങളൊരു വക്കീലാണെങ്കിൽ ഇതിനകത്ത് എന്ത് നിങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ചോദ്യം. അങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാം അങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊരു വക്കീലായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ഡിഫൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഈ അപ്പാപ്പനെ ഇറക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നോക്കാമേ. രാത്രിയിൽ അതിക്രമം നടന്നാൽ സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധം, നമ്മൾ പ്രൈവറ്റ് ഡിഫൻസിലേക്ക് പോവാണ്. നിങ്ങളുടെ സത്യമാണ്, സ്വത്തിന് വേണ്ടി പ്രതിരോധിച്ചതാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സാധനം അവിടെ റോങ്. രാത്രിയിൽ അതിക്രമം നടന്ന് പറഞ്ഞിട്ട് പ്രത്യേക എക്സെപ്ഷൻ ഒന്നും പ്രൈവറ്റ് ഡിഫൻസിൽ കൊടുക്കുന്നതൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല, അതവിടെ പറയേണ്ട ആവശ്യമില്ല, അത് റോങ് ആണ്. രാത്രിയിൽ അതിക്രമം നടന്നാൽ സ്വത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഏത് ബലപ്രയോഗത്തെയും അങ്ങനെയൊന്നുമില്ല. ഏത് ബലപ്രയോഗം കൊല്ലാമെന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല. അത് നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് നമ്മളെ മേലിൽ എത്ര തരം അറ്റാക്കുണ്ട്. അത് പല ആളുകൾക്കും കഴിഞ്ഞ ദിവസം ബൈപ്പാസ് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു അടിയുടെ വക്കിലേക്ക് ഒരു പിള്ളേർ സെറ്റിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരുത്തൻ പറയുകയാണ്, അപ്പൊ എന്നെ അടിക്കാൻ, ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പറയണം, എന്നെ അടിക്കാൻ വന്നാൽ അവനെ അടിച്ചാൽ കൊല്ലും. എന്നിട്ട് എന്താ പറയുന്നത്? എന്നെ അടിക്കാൻ വന്നതുകൊണ്ട് എനിക്ക് രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കൊന്നു. അങ്ങനെ ഒരു പ്രൈവറ്റ് ഡിഫൻസ് നമ്മുടെ നാട്ടിലില്ല. ചില ആളുകളുടെ തെറ്റായ ധാരണയാണ്. നമ്മളെ എന്ത് അളവിലാണോ നമുക്ക് അറ്റാക്ക് ഉണ്ടാവുന്ന ആ അളവിൽ മാത്രമേ തിരിച്ചടിക്കാൻ പറ്റത്തുള്ളൂ. മുളക് അല്ലെങ്കിൽ ഒരു വടി കൊണ്ട് അടിക്കാൻ പറ്റുന്നതിനെ ആ അളവിൽ വേണം തിരിച്ചടിക്കാൻ. അല്ലാതെ അടിക്കാൻ പറ്റുന്നതിനെ തോക്കിച്ച് വെടിവെക്കാനുള്ള പ്രൈവറ്റ് ഡിഫൻസ് നമ്മുടെ നാട്ടിൽ ഇല്ല. അങ്ങനെ ഒരു നിയമം ഇല്ല കേട്ടോ. അപ്പോൾ രാത്രി അതിക്രമം നടന്നുകൊണ്ട് എന്ത് അളവിൽ വേണമെങ്കിലും തിരിച്ചടിക്കാമെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു നിയമമില്ല. ഇനി അടുത്തത്, അതിക്രമിച്ച് കടന്നയാൾ യഥാർത്ഥത്തിൽ അക്രമിയല്ല. എനിക്കറിയാം, അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അപ്പാപ്പൻ അറിയാമായിരുന്നു അതിക്രമിച്ചയാൾ യഥാർത്ഥത്തിൽ അക്രമിയായിരുന്നു അല്ലയോ എന്ന്? അയാൾക്കത് അറിയാൻ പറ്റത്തില്ല. സോ അയാൾ ആ ഡിഫൻസ് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തെറ്റൊന്നും അല്ലല്ലോ. അത് ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി അടുത്തത്, മരണമോ കഠിനമായ മുറിവോ ഉണ്ടാകുമെന്ന് ന്യായമായ ഭയമുണ്ടെങ്കിൽ ആ വിശ്വാസം പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞാലും അതാണ് കറക്റ്റ് ആൻസർ. ഇത്രയും വായിക്കുമ്പോൾ തന്നെ അറിയാം. ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് മരണമോ അല്ലെങ്കിൽ മുറിവോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞാൽ പോലും, അറിയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യമാണ്, അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കാം. പക്ഷെ പിന്നീട് ഞാൻ എന്താണോ ധരിച്ചിരുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ പോലും പ്രൈവറ്റ് ഡിഫൻസ് അവിടെ ഉണ്ടാവും കേട്ടോ. ആ എമിനന്റ് ത്രെറ്റ്, ഈ പറയുന്ന ത്രെറ്റ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഉണ്ടായിരുന്നിടത്തോളം സമയം എനിക്ക് എന്ത് ഉപയോഗിക്കാം? എൻ്റെ പ്രൈവറ്റ് ഡിഫൻസ് ഞാൻ അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഒരു ഡിയും കൂടെ ഇട്ടിട്ടുണ്ട്. വെടിയുതിർക്കുന്നതിന് മുമ്പ് വീട്ടുടമസ്ഥൻ മുന്നറിയിപ്പ് നൽകില്ല. എന്തൊരു പൊട്ടത്തരോടെ, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി മറ്റൊരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് സാധനം വരണം. ഏതാ സാധനം? മർഡർ ആണ്. സെക്ഷൻ 101 മർഡറിനെ കുറിച്ച് പറയുന്നത്. 100 പറയുന്നത് എന്താ? കൾപ്പബിൾ ഹോമിസൈഡ് ആണ് കേട്ടോ. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് കുറ്റകരമായ നരഹത്യ. മറ്റേന്താ 101 പറഞ്ഞാൽ കുറ്റകരമായ മർഡർ, കൊലപാതകം അല്ലെ. 101 കൊലപാതകമാണ് പറയുന്നത്. എന്താ ഞാൻ കൊലപാതകം? മറ്റൊരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആഴത്തിൽ കുത്തി, അത് ഉദ്ദേശം വന്നു, ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്നു. അപ്പം ഇന്റൻഷനും വന്ന് നോളജും വന്നിട്ടുണ്ട്. ഇരയെ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും ചികിത്സിച്ചിരുന്ന ഡോക്ടർ വേണ്ടത്ര വൈദ്യസഹായം നൽകുന്നതിൽ ഡോക്ടർ വൈദ്യസഹായം നൽകാത്തത് കൊണ്ട് പുള്ളിക്കാരൻ മരിച്ചു കാണും. അതായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അപ്പം എന്ത് ചെയ്താണ് മറ്റേ പുള്ളിക്കാരൻ, ഈ കൊലപാതകം ചെയ്ത ആള് അല്ലെങ്കിൽ ആ അക്യൂസ് എന്ത് ചെയ്തു? കോടതി പോയി പറഞ്ഞു, സാറേ ഞാനല്ല ചെയ്തത്, ഞാനിത് ചെയ്തെങ്കിലും ഡോക്ടർ കാരണമാണ് പുള്ളിക്കാരൻ മരിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇയാളെ വെറുതെ വിടും എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നോക്കിയേ, ഡോക്ടറുടെ അശ്രദ്ധ മരണ കാരണമായതാൽ പ്രതിയെ കുറ്റവിമുക്തനാക്കും. അതിൽ നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ പറയും ഒരു കാരണവശാലും അയാളെ കുറ്റവിമുക്തനാക്കാൻ പോകുന്നില്ല, എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കും. സോ ഓപ്ഷനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. കുത്തേറ്റ മുറിവ് മരണത്തിന്റെ പ്രധാനവും ഗണ്യമായതുമായ കാരണമായതാനാൽ പ്രതി ഇപ്പോഴും കൊലപാതകപ്പെടും. അതാണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് കുത്തേറ്റത്? അയാളെ ഇന്റൻഷൻ എന്താണ്? ആഴത്ത് കുത്തി മുറിവേൽപ്പിക്കുക. എന്തിനാണ്? കൊല്ലാൻ വേണ്ടിയിട്ട്. ഇന്റൻഷൻ ക്ലിയർ ആണ്, നോളജ് ഉണ്ട്, ഇത്രയും ക്രൂരമായി ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇയാളെ എടുത്തുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ മരിക്കേണ്ടതല്ലേ?
അയാൾ ഇന്റൻഷൻ എന്താണ് അതിനല്ലേ നടക്കത്തുള്ളൂ. അപ്പൊ ഡോക്ടർ അവിടെ വന്നോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ ആ ഒരു സ്ട്രക്ചർ മാറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ എന്താണ് അയാൾ ഇന്റൻഷനും നോളജും വെച്ചിട്ട് അതിന്റെ എൻഡ് റിസൾട്ട് ഇത് തന്നെ ആയിരിക്കില്ലേ? ആ പ്രവൃത്തിയുടെ എൻഡ് റിസൾട്ട് എന്ത് തന്നെയാ? ഇത് തന്നെയാണ്. സോ അയാളെ നമ്മൾ എങ്ങനെയാ വെറുതെ വിടുന്നത്? കോമൺ സെൻസ് ചിന്തിച്ചാൽ പോരെ? അയാളെ നമ്മുടെ നിയമം എങ്ങനെ വെറുതെ വിടും? അയാളെ വിടാൻ പാടില്ലല്ലോ. മനസ്സിലായോ? അയാളെ വിടാൻ പാടില്ല. അയാൾ 101 പ്രകാരം, സെക്ഷൻ 101 പ്രകാരം അയാൾക്ക് ഒരു എക്സെപ്ഷൻ പോലും കിട്ടില്ല. മർഡറിന്റെ എക്സെപ്ഷൻ ഇല്ല. മർഡർ 101 നമുക്ക് കിട്ടാതിരിക്കണം. നിങ്ങൾ എപ്പോഴും അതിനകത്ത് കുറേ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സഡൻ പ്രൊവോക്കേഷൻ, കോറല്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ്, ഇങ്ങനെ കുറേ എക്സെപ്ഷൻസ് പറയുന്നത്. അതുണ്ടെങ്കിൽ 101 കിട്ടാതിരിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായാലേ കുഴപ്പമില്ല. ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് യാതൊരു ഓപ്ഷനും ഇല്ല. ഡോക്ടറെ ഒന്നും പിടിച്ച് പ്രതിയാക്കാനൊന്നും പറ്റൂല. ഡോക്ടർ അയാളുടെ ജോലി ചെയ്തില്ല എന്നുള്ളത് ചിലപ്പോൾ വേറെ ആക്ഷൻ, അത് വേറെ ലീഗൽ ആക്ഷൻ, അയാൾക്കെതിരെ ചിലപ്പോൾ വേറെ കേസ് വരും. പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരനെ വെറുതെ വിടാൻ നമ്മുടെ നിയമത്തിൽ വകുപ്പില്ല. 101 പ്രകാരം അയാളെ പണിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. നോക്കിയേ, ഒരു പുതിയ നികുതിക്കെതിരെ പ്രതിഷേധിക്കാൻ 7 പേരടങ്ങുന്ന ഒരു സംഘം വടികളുമായി ഒരു മാർക്കറ്റിന് സമീപം തഴിച്ചുകൂടി. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുമെന്നായിരുന്നു അവരുടെ യഥാർത്ഥ പദ്ധതി. എന്നിരുന്നാലും ഒരു അംഗം പെട്ടെന്ന് സംഘത്തെ അടുത്തുള്ള കടകൾ തകർത്ത് കൊള്ളയടിക്കാൻ പ്രേരിപ്പിച്ചു. 5 പേർ കൊള്ളയിൽ പങ്കുചേർന്നു. ബാക്കിയുള്ള 2 പേർ ദൂരെ മാറി നിൽക്കുകയും കലാപകാരികളെ തടയാൻ ശ്രമിക്കാതെ നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് ഒഫൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നിങ്ങൾ ചിലപ്പോൾ അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞു കളയും. അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നതിന് മുമ്പേ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ പറയാം. ഇത് സെക്ഷൻ 111 എന്താ സെക്ഷൻ 111 ആർക്കെങ്കിലും അറിയാമോ? ഓർഗനൈസ്ഡ് ക്രൈം അല്ലേ? സെക്ഷൻ 111 പറയുന്നത് 2-ൽ കൂടുതൽ ആളുകളാണ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണ് അല്ലെ? ഓർഗനൈസ്ഡ് ക്രൈമിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സെക്ഷൻ 11. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റോബറി, തെഫ്റ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ ഈ പറയുന്ന ആളുകളെ കൊണ്ടുപോവുക, ട്രാഫിക്കിങ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ട് മാറും. ഇവിടെ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒരു കോമൺ ഒബ്ജക്റ്റ് എന്താണ്? എല്ലാവരും നോക്കിക്കൊണ്ട് നിന്നാൽ പോലെ. ഇപ്പം നമ്മൾ അത് നിങ്ങൾ അൺലോഫുൾ അസംബ്ലിയിൽ അത് പഠിച്ചിട്ടുണ്ടാവും. അൺലോഫുൾ അസംബ്ലിയിൽ 10 പേര് പോകുന്നവരടുത്ത് 8 പേര് പോയിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, 2 പേര് അത് കണ്ടുകൊണ്ടിരിക്കുന്നു. കൊള്ളാം എന്ന് പറഞ്ഞാൽ ആ 8 കൂട്ടി, ആ 8ന്റെ കൂടെ 2 കൂട്ടി 10 പേരും ഒരുപോലെ ലയബിളാണ്. എന്തുകൊണ്ടാണ്? ആ 10 പേർക്കും കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ അതിൽ നിന്ന് പിന്തിരിയാതെ അത് കാഴ്ചയായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കോടതി പറയുന്നത് അവർക്കെല്ലാവർക്കും ഒരു കോമൺ ഇന്റൻഷൻ, ഒരു കോമൺ ഒബ്ജക്റ്റ്, ഒരേ ഒരു ആവശ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവായിട്ട് നിന്നാൽ പോലും അയാൾ അത് ചെയ്തതായിട്ട് വേണം നമ്മുടെ കോടതി അവരെ പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ ചെയ്തതായിട്ടാണ് കോടതി പരിഗണിക്കുന്നത്. സോ അവരെ പണിഷ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ആൻസർ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ? നിങ്ങൾ വായിച്ചു നോക്കിയാൽ കുറച്ച് പേര് വന്ന് കൊള്ളയടിക്കുന്നു, ഒരാൾ പറയുന്നു, ബാക്കിയുള്ളവരെ കൊള്ളയടിക്കുന്നു, 2 പേര് മാറി നിൽക്കുന്നു അല്ലേ? ബാക്കി 2 പേർ ദൂരെ മാറി നിൽക്കുന്നു. അവർ കലാപകാരികളെ തടയാൻ ശ്രമിക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? കടകൾ കൊള്ളയടിച്ച് 5 പേർക്ക് മാത്രമേ കലാപക്കുറ്റം വരത്തുള്ളൂ. കലാപക്കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? റൈറ്റ് എന്ന് പറയുന്നത് കുറ്റം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് ഓർഗനൈസ്ഡ് ക്രൈമിനകത്ത് വരും. 111 വരുത്താവുന്നേ ഉള്ളൂ, ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. അൺലോഫുൾ അസംബ്ലിയിൽ വെച്ചിട്ട് നമുക്ക് റൈറ്റിംഗ് വേണമെങ്കിലും കലാപത്തിൽ വേണമെങ്കിലും കൊണ്ടുവരാം, കുഴപ്പമില്ല. 7 പേർക്കും കലാപക്കുറ്റം ബാധകമാകും. കാരണം അവർ അത് പൊതുലക്ഷ്യത്തെ, ഇതിനകത്ത് നമ്മൾ ഈ സെക്ഷൻ അല്ല ഇതിനകത്ത് അവർ നോക്കുന്നത്, നമ്മുടെ ബോധമാണ് നോക്കുന്നത്. ഈ ബാക്കിയുള്ളവരെ ലയബിലിറ്റി കൊണ്ടുവരാം, അവർക്ക് ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കോമൺ സെൻസ് ആണ്. ആ ബാക്കിയുള്ള വായി നോക്കിയാൽ അവിടെ പോയി കാഴ്ച കണ്ടുകൊണ്ട് കപ്പലിന്റെ കണ്ടുകൊണ്ട് നിന്നാൽ പോലും പണി കിട്ടും. നമ്മൾ പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കണം, പോയി ഈ പറയുന്ന അടിയുടെയും പിടിയുടെയും ഇടയിൽ പോയി നിൽക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അൺലോഫുൾ അസംബ്ലിയിൽ വന്നു കഴിഞ്ഞാൽ, അതിൽ പാർട്ടിസിപ്പേറ്റ് ആയി കഴിഞ്ഞാൽ, ഒരുത്തെടുത്ത് വടിവാളത്ത് വീശിയാലും എല്ലാവർക്കും ആ സെയിം ഒഫൻസ് കയറി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൂടുതൽ കഥാപ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. അവിടെ എന്ന 7 പേർക്കും കലാപക്കുറ്റം ബാധകമാകും. കാരണം അവർ ഒരു പൊതു ലക്ഷ്യം, കോമൺ ഇന്റൻഷൻ, കോർട്ട് പല തവണ ഇത് കോമൺ ഇന്റൻഷൻ, കോമൺ ഒബ്ജക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഉണ്ട്. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ കേസ് എന്ന് പറഞ്ഞൊരു കേസൊക്കെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. പോസ്റ്റ് മാസ്റ്റർ കേസിന് പോസ്റ്റ് മാസ്റ്ററിൽ നിന്ന് കാശടിച്ച് മാറ്റാനായിട്ട് പോയതാണ്. കാശടിച്ച് മാറ്റാനായിട്ട് കുറച്ച് ആളുകൾ പോസ്റ്റ് മാസ്റ്ററിൽ നിന്ന് പൈസ അടിച്ച് മാറ്റി. അപ്പോൾ ഇതിനകത്ത് ഒരാൾ എന്ത് ചെയ്തുള്ളൂ? ഒരാൾ ആ പോസ്റ്റ് ഓഫീസിന്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ കാവൽ നിൽക്കുന്നതേ ഉള്ളൂ. അയാൾ എന്താണെന്ന് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇയാൾ എന്താ പറഞ്ഞു? ഇയാൾ മറ്റേ ആളുകളെയൊക്കെ പിടിച്ചപ്പോൾ ഇയാൾ പോയി ഡിഫൻസ് എടുത്ത്, ഞാനകത്ത് കൊല്ലാൻ പോയില്ല, ഇതൊന്നുമില്ല, ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഫ്രണ്ടിൽ പോയിട്ട് ആള് വരുന്നുണ്ടോ എന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളിക്കാരൻ കോർട്ടിൽ പറഞ്ഞത്. സോ അവിടെ കോടതി പറഞ്ഞത് അതൊന്നും മോനെ നടക്കൂല. സെക്ഷൻ 34 ഈ IPCയിലാണ്. കോമൺ ഇന്റൻഷൻ, കോമൺ ഒബ്ജക്റ്റ്, നിങ്ങൾ ഫർദൻസ് ഓഫ് എ കോമൺ ഇന്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് പുള്ളിക്കാരനും വധശിക്ഷയാണ് വിധിച്ചത്. വധശിക്ഷയൊക്കെ പൂജ്യപര്യന്തമാക്കി. അതുപോട്ടെ. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് വന്നു കഴിഞ്ഞു. 7 പേർക്കും കൊലക്കുറ്റം അല്ലേ? മാറി ഇന്ന് 2 പേർ ബലപ്രയോഗിക്കാത്തതുകൊണ്ട് അതൊന്നുമില്ല കേട്ടോ. മാറി എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. കൊള്ളയടിക്കാൻ പ്രേരിപ്പിച്ച അംഗം മാത്രം കുറ്റക്കാരനാണ്. അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. നമുക്ക് ആളുടെ ആൻസർ കഴിഞ്ഞു. ജലലഭ്യത ഇല്ലായ്മയെ ചൊല്ലി പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ സമാധാനപരമായി പ്രതിഷേധിക്കുമെന്ന പൊതുലക്ഷ്യത്തോടെ 12 ഗ്രാമീണർ ഒത്തുകൂടി. സംഘത്തിലെ ഒരംഗം രഹസ്യമായ പഞ്ചായത്ത് ഉറപ്പിനെ ആക്രമിക്കാൻ പദ്ധതിയിടുക. ഇത് നമുക്ക് എന്ത് കൊടുക്കാം? ഇത് നമുക്ക് അൺലോഫുൾ അസംബ്ലി കൊടുക്കാം അല്ലെ? 5 കൂടുതൽ ആളുകളുണ്ടല്ലോ.
12 ഗ്രാമീണരുണ്ട്. അൺലോഫുൾ അസംബ്ലി ഓഫ് റൈറ്റിംഗ് വേണമെങ്കിൽ കൊടുക്കാം. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് തന്നെ ഒരാൾ അതിനകത്ത് നിന്ന് കയറി ക്ലർക്കിനെ കുത്തി. ബാക്കി കുറച്ച് പേര് കുറെ പകുതിയോളം ആളുകൾ ഇറങ്ങി ഓടി. പിന്നെ ബാക്കിയുള്ളവർ അവിടെ നിന്നു. കുറച്ച് ആളുകൾ ഈ കുത്തുന്നതിനിടയിൽ എന്ത് ചെയ്തുകൊണ്ട് ഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. കാര്യം മനസ്സിലായോ? പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിഷേധ പ്രകടനം, ജലലഭ്യതയാണ് പ്രശ്നം. അപ്പൊ ഇതിനിടയിൽ ഒരുത്ത മനഃപൂർവ്വമായിട്ട് വന്നിട്ട് അവിടെ നിന്നിരുന്ന പഞ്ചായത്തിന്റെ ക്ലർക്കിനെയും കുത്തിയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് കുറെ ആളുകൾ ഇറങ്ങി അങ്ങ് ഓടി. അവർക്ക് താല്പര്യമില്ല. ബാക്കി അവിടെ നിന്ന് ബാക്കി വായി നോക്കിയാൽ അവിടെ നിന്നിട്ട് വീണ്ടും പ്രതിഷേധം, കൈയടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് പിന്നെ പ്രോത്സാഹനമാണല്ലോ, കണ്ടുകൊണ്ട് നിൽക്കുന്നതും പ്രോത്സാഹനമാണ്. ഇവന്റെ കൂടെ നിന്ന് ആളുകളല്ലേ, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വീണ്ടും പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനെ നമ്മൾ പെടുത്തും. മറ്റേ സിനിമയിൽ പറയുന്ന കണക്ക് നീയും ഉൾപ്പെടും എന്ന് പറഞ്ഞ കണക്ക് കണ്ടുകൊണ്ട് നിന്നവന്മാര് പെടും. പക്ഷെ ബാക്കിയുള്ളവർ എന്താതില്ല, ഏത് ആക്ട്, കുത്തിയത് മുമ്പ് വരെയുള്ള ആക്ടിൽ ഈ കണ്ടുകൊണ്ടെന്ന് പറയല്ല, ഇറങ്ങി ഓടിയ ആളുകളുണ്ടല്ലോ, കുത്തിയതിന് തൊട്ട് മുമ്പുള്ള അൺലോഫുൾ അസംബ്ലിയിലെ എല്ലാ ഒഫൻസുകളും അവർക്ക് മേൽ ചാർജ് ചെയ്യും. പക്ഷെ അതിന് ശേഷമുള്ളതിനകത്ത് അവർ വരാൻ ചാൻസ് ഇല്ല. ഇതിനകത്ത് ഞാൻ പക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആയിരിക്കും ഇയാളെന്തോ ഈ പറയുന്നത്. ഇതൊക്കെ തീരുമാനിക്കുന്ന ആളെ ഞാനല്ല. ഇത് കോർട്ടിൽ എവിഡൻസ്, പ്രൂഫുകൾ, കാര്യങ്ങളൊക്കെ വരുമ്പോൾ, മൊഴികൾ, കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കോടതിയാണ് ബാക്കിയുള്ളവർ പ്രതിയാവണോ ഇയാൾ പ്രതിയാവണോ എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും കണ്ടോണ്ട് നമ്മൾ ഇതിനകത്ത് പ്രതിയാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ബാക്കിയുള്ളവരാണോ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്താ, 12 പേരും കുത്തിയതിന് കുറ്റക്കാരാണ്. കാരണം അവർ നിയമവിരുദ്ധമായ സംഘത്തിന്റെ ഭാഗമായിരുന്നു. ഒരാൾക്ക് മാത്രമേ കത്തി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവനെ മാത്രം ശിക്ഷിക്കാന്ന് പറയുന്നത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അക്രമിയെ തടയാതെ പ്രതിഷേധം നടന്ന ഗ്രാമീണർക്കാർക്കും കുത്തിയതിന് കുറ്റം ചുമത്താം. കാരണം അവർ ആ പ്രവൃത്തി എതിർക്കാതെ പൊതുലക്ഷ്യം മാറി, കോമൺ ഒബ്ജക്റ്റ് മാറിയെന്ന. അൺലോഫുൾ അസംബ്ലിക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിപ്പോൾ അവസാനം എന്തായിട്ട് മാറി, അത് വേറെ ആയിട്ട് മാറി, അത് വേറെ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തിയതിന് അയാൾക്ക് കുറച്ച് പണിഷ്മെന്റ് കൂടുതൽ കിട്ടുമെങ്കിലും ബാക്കിയുള്ളവർ എന്തായിട്ട് മാറും, കൂട്ടുപ്രതികളായിട്ട് മാറും. ബാക്കി ഇന്ന് ആ കൂടെ നിന്ന് കൈയടിച്ചവന്മാരെ എല്ലാം എന്താക്കി മാറ്റും, കൂട്ടുപ്രതികളാക്കി മാറ്റും. അതാണ് നമ്മുടെ നിയമത്തിന്റെ പ്രത്യേകത. ഇനി നിർമ്മാണ സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് പരിശോധിക്കേണ്ട ചുമതലയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സുരക്ഷാ ക്ലിയറൻസ്. അൺലോഫുൾ അസംബ്ലിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 189 അല്ലെ? അൺലോഫുൾ അസംബ്ലിയെ കുറിച്ച് പറയുന്നത് എന്താ? അൺലോഫുൾ അസംബ്ലി നടത്തിയത് 5 5-ലധികമോ ആളുകൾ കൂട്ടം ചേരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പിന്നെ ഈ പരിപാടി തുടങ്ങി കഴിഞ്ഞ് വന്നു കയറുന്ന അൺലോഫുൾ അസംബ്ലി അന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വന്നു കയറുന്നത് ആംസുമായിട്ട്, ഈ പറയുന്ന ആയുധങ്ങളുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള പോയിന്റുകൾ കൂടി ഒന്ന് നോക്കി വെച്ചേക്കണേ. അതും കൂടെ നോക്കുമ്പോൾ അതും കഴിഞ്ഞോളൂ. ഇനി നോക്കിയേ, ഇവിടെ കൈക്കൂലി വാങ്ങിച്ചൊരു കേസാണ് കേട്ടോ. ഇത് കോമൺ സെൻസ് ആണ് കേട്ടോ. അതിനകത്ത് വേറെ സെക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. കൈക്കൂലി വാങ്ങിച്ചു പിടിച്ചിട്ട് ഇയാൾ പറയുന്നു ഞാൻ എന്താണ്, അയാൾ പാരിതോഷികമായിട്ട് തന്ന സാധനമാണ് വാങ്ങിച്ചത്, ഇത് കൈക്കൂലിയായിട്ട് കൂട്ടണ്ട, ഞാൻ എൻ്റെ ജോലി ചെയ്തതായിട്ട് നിങ്ങൾ കണക്ക് 50,000 രൂപ എങ്ങാണ്ട് കൈക്കൂലി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം ഡിഫൻസുകൾ. തന്റെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായാണ് ജോലി ചെയ്തെന്ന് തെളിയിച്ചാൽ ഉദ്യോഗസ്ഥനെ കുറ്റക്കാരനാക്കില്ല. ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായിട്ടാണ് ജോലി, അതവിടെ നിൽക്കട്ടെ. അത് കരാറുകാരൻ സ്വമേധയാ പണം നൽകിയത് കൊണ്ട് ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനല്ല. അത് ശരി, ഞാൻ നിങ്ങൾക്ക് സ്വമേധയാ അവരെ 10,000 കൊണ്ട് തന്ന് നിങ്ങൾ സന്തോഷത്തോടെ വാങ്ങിക്കുമ്പോൾ അത് കൈക്കൂലി ആവൂലേ? ആവും, അത് കൈക്കൂലിയാണ്. ഇനി ഞാൻ എങ്ങനെ തന്നു എന്നുള്ളതിന് അതിന് യാതൊരു പ്രസക്തിയില്ല. ഔദ്യോഗികമായി ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നിയമവിരുദ്ധമായ പ്രതിഫലം ആവശ്യപ്പെടുന്നതോ സ്വീകരിക്കുന്നതോ ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ എനിക്ക് നിങ്ങൾ കൈക്കൂലി തരുന്നത് ഞാൻ ആവശ്യപ്പെടണമെന്ന് തന്നെയില്ല. നിങ്ങളല്ലാതെ എൻ്റെ കൈ കൊണ്ട് തന്നു കഴിഞ്ഞാലും അതെന്ത് തന്നെയാണ്, അത് കൈക്കൂലി തന്നെയാണ്. എന്ത് ചെയ്യാൻ പാടില്ല, ഞാനത് സ്വീകരിക്കാൻ പാടില്ല. അത് കൈക്കൂലിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഔദ്യോഗികമായി പ്രവൃത്തി ചെയ്യുന്നതിന് നിയമപരമായ ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നോ സ്വീകരിക്കുന്നോ കുറ്റകൃത്യമായതുകൊണ്ട് ആ പ്രവൃത്തി നിയമപരമാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ എന്തായിരിക്കാം, അയാളെ ശിക്ഷിക്കാം കേട്ടോ, പണിഷ് ചെയ്യാം. ഉദ്യോഗസ്ഥൻ സർവീസ് നിയമപ്രകാരമൊക്കെ പിന്നുള്ള കേസാണ് കേട്ടോ. സർവീസ് റൂൾ വെച്ചിട്ട് പുള്ളിയെ പണിയാം എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അതൊന്നുമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കൈക്കൂലി വാങ്ങാൻ പാടില്ല, സ്വീകരിക്കാനേ പാടില്ല. പാരിതോഷികം എന്ന് പറഞ്ഞ് കൊണ്ട് തന്നാൽ പോലും അത് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ. കോമൺ സെൻസ് ആണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് തന്റെ ഫാം ഹൗസിൽ മോഷ്ടിച്ച പൊതുപണം ഒളിപ്പിച്ചതായ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വസനീയമായ വിവരം ലഭിക്കുന്നു. വാറണ്ട് ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ തന്റെ ടീമിനോട് രാത്രി ഫാം ഹൗസിൽ പ്രവർത്തിക്കാനും വാതിലുകൾ തകർത്ത് പരസ്പരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുമോ? ഇത് സിമ്പിൾ കാര്യമാണ്. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമല്ലോ. വാറണ്ടില്ലാത്ത ഉദ്യോഗസ്ഥൻ തന്റെ അകത്തോട്ട് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം അടിച്ച് പൊളിച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന അയാൾ പറയാണ് വാറണ്ടില്ല, മനുഷ്യന് അടിയന്തരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഈ പോലീസുകാരൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞായിരിക്കും കോർട്ടിൽ മറ്റേ ആൾ പോയത്. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡിഫൻസ് വാറണ്ടില്ലാത്തത് കൊണ്ടും മനുഷ്യന് സുരക്ഷയോ അടിയന്തര ഭീഷണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഉദ്യോഗസ്ഥർ വീട് അതിക്രമിച്ച് കടന്ന കുറ്റത്തിന് ഉത്തരവാദിയാണ് ആണോ നോക്കാം. ഒരു കോഗ്നിസബിൾ കുറ്റം തടയുന്നതിന് തന്റെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിൽ നല്ല വിശ്വാസത്തോടെ, ഉത്തമ വിശ്വാസം, ഗുഡ് ഫെയ്ത്ത്,
ഗുഡ് ഫെയ്ത്തിൽ അയാൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് നടക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, സസ്പിഷൻ ഉണ്ട്, ഇതിനകത്ത് ഇത്ര പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, ഗുഡ് ഫെയ്ത്തിൽ ഉത്തമ ബോധത്തോടു കൂടി, ഉത്തമ വിശ്വാസത്തോടു കൂടി ഒരു പോലീസ് ഓഫീസറിന് ഈ പ്രവൃത്തി ചെയ്യാം. അതിന് വാറണ്ട് വേണ്ടി വരില്ല. അതിനെന്ത് വേണ്ടി വരില്ല? വാറണ്ട് വേണ്ടി വരില്ല. ഓക്കെ. നിയമപരമായ നടപടികൾ പാലിക്കാതെ പണം പിടിച്ചെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥൻ മോഷണക്കുറ്റത്തിന് ഉദ്യോഗസ്ഥനാക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഉദ്യോഗസ്ഥൻ അഴിമതിയോ ഒരു ദേശം കാണിച്ചെന്നുണ്ടെങ്കിൽ മാത്രം രക്ഷിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് വേണ്ട. വിജനമായ ഒരു തെളിവ് വെച്ച് ഒരാൾ ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തു. ഓക്കെ. ഓടി രക്ഷപ്പെടുന്നതിനിടെ പിടിക്കപ്പെടുന്നത് തടയാൻ അയാൾ ഒരു വഴിയാത്രക്കാരനെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും മാലയുമായി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് മാല എടുത്ത സമയത്ത് താൻ ബലം പ്രയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്റെ കുറ്റം മോഷണം മാത്രമാണെന്ന് അയാൾ കോടതിയിൽ വാദിച്ചു. നിങ്ങൾ തന്നെ പറ, ഇത് മോഷണമാണോ, തെഫ്റ്റ് ആണോ, എക്സ്റ്റോഷൻ ആണോ, റോബറി ആണോ? നിങ്ങൾ തന്നെ സെക്ഷനുകൾ പറഞ്ഞേ. തെഫ്റ്റ്, മോഷണം, എക്സ്റ്റോഷൻ, റോബറി കവർച്ചയാണോ? നിങ്ങൾ നോക്കിക്കോണം. തെഫ്റ്റ്, മോഷണത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ 303 എക്സ്റ്റോഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 308 റോബറിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 309 അല്ലെ. 303, 308, 309 സെക്ഷനുകളായിട്ടാണ് ഇത് മൂന്നും പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ തെഫ്റ്റ് ആണോ, മോഷണമാണോ? മോഷണമാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ, ഇത് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ മോഷണമല്ല, അത് സ്നാച്ചിങ് ആണ് അല്ലെ. സ്നാച്ചിങ് ആണ്. മാല പൊട്ടിക്കുന്ന നമ്മൾ പറയുന്നത്, പിടിച്ചു പറയുന്ന പറയുന്ന ആ സാധനത്തിലേക്ക് പോകത്തുള്ളൂ. ഇവിടെ മോഷണം എന്ന് പറയുന്ന സാധനമേ നിൽക്കത്തില്ല. അയാളുടെ പൊട്ടത്തരം പറയുന്നില്ലേ, അയാളെ വക്കീൽ എന്താ പറയുന്നത് മനസ്സിലായില്ല. ഭീഷണി മാലയെടുത്തിന് ശേഷം ഉണ്ടായത് കൊണ്ട് അയാൾ കുറ്റത്തിന് മാത്രം ഉത്തരവാദിത്തമാണ്. നോക്കിയടേ, ഇതിനകത്ത് സെക്ഷൻ നിങ്ങൾ വായിച്ചവർക്ക് അറിയാൻ പറ്റും. നിങ്ങളൊരു സാധനം എടുത്തു, എൻ്റെ നിന്നാണ് മാല പൊട്ടിച്ചത്. ആ പൊട്ടിച്ചുകൊണ്ട് അത് നിങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ നോക്കുന്ന ആ സമയം വരെയും ആ ക്രൈം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അയാൾ മാല എൻ്റെ കഴുത്തിൽ നിന്ന് പിടിച്ചു, അത് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അയാളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ നടക്കും തോറും അതൊരു ക്രൈമായിട്ട് തന്നെ നിൽക്കുകയല്ലേ. അപ്പോൾ ആ മോഷണം എന്ന് പറയുന്ന എലമെന്റിന്റെ കൂടെ അയാൾ ഈ ചെയ്യുന്ന ത്രെറ്റ്, എമിനന്റ് ത്രെറ്റ്, എന്താണ് നമ്മൾ പറയുന്നത്, എമിനന്റ് ത്രെറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം ഉണ്ടല്ലേ. എന്തിനുള്ളതാണ്? അത് ഈ പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലാമെന്നോ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തായിട്ട് മാറി? അത് 309 പരിധിയിൽ വന്നു. ഏത്? റോബറി. അപ്പോൾ 309 പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും, എല്ലാ റോബറിയിലും എന്തുണ്ട്? ഒന്നെങ്കിൽ ഒരു തെഫ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എക്സ്റ്റോഷൻ ഉണ്ടാവും. തെഫ്റ്റിന്റെയോ അല്ലെങ്കിൽ എക്സ്റ്റോഷന്റെയോ, എനിക്കിതിന്റെ മലയാളം അങ്ങോട്ട് മാറിപ്പോ. എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളവയ്പ്പാണോ? നിങ്ങൾ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ 303 മോഷണമാണ്, 309 റോബറിയാണ് അല്ലെ. അപ്പോൾ ഒരു എക്സ്റ്റോഷൻ അതിന്റെ ഏറ്റവും അഗ്രിവേറ്റഡ് ഫോമാണ്, ഏറ്റവും വലിയ ഫോം, ഏറ്റവും ക്രൂരതയായ രീതിയിലായിരിക്കും അതെന്തായിട്ട് മാറുന്നത്? അത് റോബറി ആയിട്ട് മാറുന്നത്. തെഫ്റ്റും അതുപോലെ തന്നെയാണ്. ഇതിനകത്തൊക്കെ എന്തുണ്ട്? ഒരു ത്രെറ്റ് ഉണ്ടാവും. ഈ പറയുന്നത് ഇത് എന്തുകൊണ്ട് റോബറി ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധനത്തിനകത്ത് എന്ത് വന്നതുകൊണ്ടാണ്? ഈ മാല മോട്ടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ പറയുന്ന വ്യക്തിക്ക് ഒരു എമിനന്റ് ത്രെറ്റ് ഓഫ് ഡെത്ത്, ഒരു മരണം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി സംഭവിക്കുന്ന തരത്തിലൊരു ഭീഷണി, ഉടനടിയുള്ള ഭീഷണി. ആ ഒരു ഭീഷണിയാണ് ഈ ഒരു ക്രൈമിനെ എന്താക്കി മാറ്റിയത്? ഒരു റോബറിയാക്കി മാറ്റിയത്. അതൊരു റോബറിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയത് ഇൻസ്റ്റന്റ്, ഉടനടി എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടാൽ അപ്പോഴേ വിചാരിച്ചോണം അതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും? അത് റോബറി. ഉടനടി എന്ന് കണ്ടാൽ മാത്രമല്ല, ഉടനടിയുള്ള മരണോ, ഉടനടിയുള്ള കൺഫൈൻമെന്റോ, ഉടനടിയുള്ള ഇഞ്ചുറിയോ, ഗ്രീവിയസ് അർട്ടോ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? നമ്മുടെ തെഫ്റ്റ് ആണെങ്കിലും നമ്മുടെ എക്സ്റ്റോഷൻ ആണെങ്കിലും അത് റോബറി എന്ന് പറയുന്ന വലിയൊരു ഫോമിലേക്ക് മാറും. അപ്പോൾ ഈ മാല പൊട്ടിച്ചുകൊണ്ട് പോയി തൊട്ടടുത്ത് നിൽക്കുന്ന ആള് അത് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് അയാളെ തോക്ക് കാണിച്ചോ അല്ലെങ്കിൽ കത്തി കാണിച്ചോ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതെന്തായിട്ട് മാറി? അത് റോബറി. അതിന്റെ ഫോം അങ്ങ് മാറി, അത് റോബറി ആയിട്ട് മാറി എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. അതാണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഉടനടി ക്രിമിനൽ ഫോഴ്സ് ആണ്. ഉടനടി ബലം പ്രയോഗിച്ചു. ബലം എന്ന് പറയുന്ന വാക്ക് അത്ര കറക്റ്റ് അല്ല. ഉടനടി ബലം പ്രയോഗിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? അത് എന്തായിട്ട് മാറി? അത് റോബറി ആയിട്ട് മാറി. ഓക്കെ. അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ക്യാഷ്യർക്ക് ഉപഭോക്താവിൽ നിന്ന് 10 ലക്ഷം പണമായി അതേ ദിവസം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് നിക്ഷേപിക്കാൻ ലഭിച്ചു. എന്നാൽ ശമ്പളം ലഭിക്കുമ്പോൾ അത് തിരികെ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ രഹസ്യമായി ആ പണം തന്റെ വ്യക്തിപരമായ കടങ്ങൾ വീട്ടാൻ ഉപയോഗിച്ചു. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഏതോ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് കുറച്ച് കടം ഉണ്ടായിരുന്നു. കടമൊക്കെ വീട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യാം, പൈസ തിരിച്ചു കിട്ടുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് കൊടുക്കാം എന്ന് വിചാരിച്ച് സത്യസന്ധനായ മനുഷ്യനായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഓഡിറ്റ് വന്നപ്പോഴത്തേക്ക് പിടിച്ചു. ഓക്കെ, അതാണ് സംഭവം. ഇനി ഏറ്റവും ഉചിതമായ സാധനം എടുക്കാനാവുക. പണം സത്യസന്ധമല്ലാത്ത രീതിയിൽ എടുത്തത് കൊണ്ട് അയാൾ മോഷണക്കുറ്റത്തിന് ഉത്തരവാദിയാണ്. ഇത് മോഷണക്കുറ്റമാണോടെ? ഇത് മോഷണമാണോ? മോഷണത്തിന്റെ എലമെന്റ്സ്, ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇത് മോഷണമല്ല. നിങ്ങളൊരു സാധനം എന്നെ ഏൽപ്പിച്ചത് അല്ലേ? നിങ്ങളൊരു സാധനം
എന്നെ ഏൽപ്പിച്ചതാണ്. ഓക്കെ ആണല്ലോ, സംഭവം ശരിയല്ലേ? നിങ്ങൾ കസ്റ്റമറാണ്, ഞാൻ അവിടുത്തെ ബാങ്കിലെ ക്യാഷറാണ്. നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ അത് ഏൽപ്പിച്ചത്. മോഷണം എവിടെയാണ് നടക്കുന്നത്? നിങ്ങൾ വിശ്വാസം, ട്രസ്റ്റ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. നിങ്ങൾ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്ക് കുറച്ച് ക്യാഷ് തന്നു അക്കൗണ്ടിൽ ഇടാനായിട്ട്, ആ വിശ്വാസം ലംഘിച്ചതാണ് അല്ലേ? അതാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അത് വന്നോ നോക്കിയാൽ മതി. ചീറ്റിംഗ് ഒന്നുമില്ല. എവിടെയാണ് ചീറ്റിംഗ് ഇതിനകത്ത് വരുന്നത്? ഞാൻ ആരെ ചീറ്റ് ചെയ്യുന്നത്? അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇയാൾക്ക് തിരിച്ചു എന്തിന് ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നത്? ബാങ്കിൽ ഇടാനുള്ള പൈസയാണ്. ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്നുള്ളത് വേണമെങ്കിൽ ഇതിനകത്തൊരു ഒഫൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ആ മെയിൻ പോയിന്റ് അതല്ലല്ലോ. നിങ്ങൾ എന്നെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റെ പൈസ തന്നു, ട്രസ്റ്റ്, വിശ്വാസം. ആ ട്രസ്റ്റിനെ ഞാൻ ബ്രീച്ച് ചെയ്തു, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഇങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. ഇനി നോക്കിയേ, തനിക്ക് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പണം സത്യസന്ധമല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് വന്നല്ലേ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഇനി തുക തിരികെ നൽകാൻ ഉദ്ദേശിച്ചിരുന്നുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ല. അത് ശരി, നിങ്ങളുടെ ഇതൊക്കെ എന്താണ്? അതൊക്കെ ചുമ്മാ വരുന്ന ഓപ്ഷനുകളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. സെക്ഷൻ ഏതാണ്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 316 അല്ലേ? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, വിശ്വാസ ലംഘനം അല്ലെ, വിശ്വാസ വഞ്ചന എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. 3 വർഷം വരെ പണിഷ്മെന്റ് ആണ് സാധാരണഗതിയിൽ വരുന്നത്. ഇനി ഒരു ക്ലർക്കോ സെർവന്റോ ചെയ്യുകയാണെങ്കിൽ അത് 7 വർഷം വരെയുള്ള തടവ് അല്ലെങ്കിൽ പിഴ, ഇത് രണ്ടും കൂടി വരാവുന്നതാണ് കേട്ടോ. അപ്പൊ 316 ആണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് പറയുന്നത്. 3 വർഷം വരെ തടവാണ് സാധാരണഗതിയിൽ. അത് ഒരു ക്ലർക്കോ സെർവന്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് 7 വർഷം വരെ ആയിട്ട് മാറും. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവും. നോക്കിയേ, ഒരു വ്യക്തിക്ക് 50,000 രൂപ വഴി കടന്ന് കിട്ടി. അതിനകത്ത് ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആരുടെ ആണെന്നുള്ളത്. പുള്ളി അതൊന്നും നോക്കാതെ ID കാർഡ് എടുത്ത് വലിച്ച് വഴി കറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ പൈസ അങ്ങോട്ടങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്താ സാധനം? ഏതാ സെക്ഷൻ? കിട്ടിയോ? ഏതാണ്? 314 പറയുന്ന മിസ്അപ്രോപ്രിയേഷൻ അല്ലേ? എന്താ? ബ്രീച്ച് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. എന്താണ്? വിശ്വാസ ലംഘനമാണോ ഇവിടെ നടന്നത്? നോക്കിയേ, നിങ്ങൾ വഴിയിൽ ഒരു സാധനം നിങ്ങൾക്ക് കളഞ്ഞു കിട്ടി, നിങ്ങളുടെയാണോ? അല്ല, വല്ലവൻ്റെയും സാധനമാണ്. അത് ആരുടെ ആണെന്ന് പോലും നിങ്ങൾക്കറിയാം. ആ സാധനം എടുത്ത് നിങ്ങൾ കയ്യിൽ ഉപയോഗിച്ച് മിസ്അപ്രോപ്രിയേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ചിലവാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 314 ചാർജ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഓപ്ഷൻ വായിച്ചു നോക്കാം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, ആരുടെയും കൈവശത്ത് നിന്ന്. ഇതെന്തായാലും തെഫ്റ്റ് വരില്ല അല്ലേ? മോഷണമൊന്നും അല്ലല്ലോ, ആരുടെ കയ്യിൽ നിന്ന് എടുത്തതൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. സത്യസന്ധമല്ലാത്ത രീതിയിൽ പണം സൂക്ഷിച്ചത് കൊണ്ട് അയാൾ മോഷണക്കുറ്റം. എവിടെയുടെ മോഷണം? തെഫ്റ്റ് അങ്ങ് എന്തായാലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആരുടെയും കയ്യിൽ നിന്ന് എടുത്തൊരു പൊസിഷൻ എടുത്ത സാധനമല്ല, തറയെ കിടന്ന് കിട്ടിയതാണ്. ഉടമയെ അറിഞ്ഞിട്ടും തിരികെ നൽകാത്തതുകൊണ്ട് അയാൾ വസ്തുവിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. എന്താണ്? മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. സത്യസന്ധമല്ലാത്ത ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. എന്താണ്? എന്റേതല്ലാത്തൊരു സാധനം സത്യസന്ധമല്ലാത്ത രീതിയിൽ, ക്രിമിനൽ ട്രസ്റ്റ് ഒന്നുമില്ല, വഴി കടന്നു കിട്ടിയ പേഴ്സിന്റെ ഉടമയും ഞാനും തമ്മിൽ എന്ത് ട്രസ്റ്റ് ആവുള്ളത്? അവിടെ ട്രസ്റ്റിന്റെ പ്രശ്നമില്ല. എന്താണ്? മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. എന്ത് സാധനം? ഡിസോണസ്റ്റ്ലി ആ ഒരു പ്രോപ്പർട്ടി ഞാൻ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? സത്യസന്ധമല്ലാത്ത ദുരുപയോഗമായിട്ട് മാറിയിട്ടുണ്ട്. സെക്ഷൻ 314 ഇനി അതൊരു പ്രായമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ക്ലർക്കോ സെർവൻസോ ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് 315 എന്ന് പറയുന്നൊരു സെക്ഷൻ കൂടിയുണ്ട്. 315 സെക്ഷനിൽ പറയുന്നത് എന്താ? ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, മരിച്ചുപോയ ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി നിങ്ങൾ കയ്യിലടക്കുകയാണെങ്കിൽ സെക്ഷൻ 315 ചാർജ് ചെയ്യുന്നത്. 314 ആണെങ്കിൽ 3 വർഷം വരെയാണ്, 315 ആണെങ്കിൽ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. തിരിച്ചൽ കാർഡ് മറച്ചു വെച്ചത് കൊണ്ട് അയാൾ വഞ്ചന. ചീറ്റിംഗ് ഒന്നുമില്ല, ചീറ്റിങ്ങിന്റെ പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. അയാൾ ആരുടെയും കൈവശത്ത് പേഴ്സ് എടുക്കാത്തതുകൊണ്ട് അയാളൊരു നന്മമരമാണ് എന്ന് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. പക്ഷെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? സെക്ഷൻ 314. ജ്വല്ലറി വ്യാപാരി രസീതുകൾ ചോദിക്കുകയോ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയോ ചെയ്യാതെ പലരിൽ നിന്നും പതിവായി പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുണ്ട്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇങ്ങനെ എല്ലാം ചെയ്യുന്നൊരു മിടുക്കനാണ്. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കുറച്ച് സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. 10 ലക്ഷം രൂപ മോഷണ സ്വർണ്ണം കണ്ടെത്തി. അതിൽ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഈ തനിക്ക് സ്വർണ്ണം ഉപയോഗിച്ച സാധനങ്ങൾ വ്യാപാരി മാത്രമാണ് ഈ പറയുന്നത്. ഇവിടെ കുറച്ച് പോയിന്റുകളുണ്ട് നമുക്ക് തരാൻ. ഈ പൊട്ടായിട്ടേക്കുന്നത് അസാധാരണമായതും കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണം അയാൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ടൈപ്പ് പരിപാടികൾ പുള്ളിയുടെ കയ്യിലുണ്ട്. അത് ആലോചിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാര്യം മനസ്സിലായല്ലോ, മോഷ്ടിച്ച സാധനങ്ങൾ എടുത്ത് കൈവയ്ക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. നോക്കാം, സെക്ഷൻ ഏതാ? സ്റ്റോളൻ പ്രോപ്പർട്ടി. സെക്ഷൻ 317 സെക്ഷൻ 317 സ്റ്റോളൻ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കിയേ, സ്വർണ്ണം മോഷിച്ചതാണെന്ന് അയാൾക്ക് അറിവുണ്ടായിരുന്നില്ല, പിന്നെ എന്നിട്ട് അത് അയാൾ ഈ പരിപാടിയെ കാണിക്കുന്നത്. നോക്കിയേ, വിൽക്കുന്നവർക്ക് സംശയാസ്പദമായി തോന്നുകയും അസാധാരണ വിധം കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണം എടുത്തുകൊണ്ടിരുന്ന വാഗ്ദാനം ചെയ്യും. സ്വർണ്ണം എടുത്തിട്ട് സ്റ്റോളൻ പ്രോപ്പർട്ടി കയ്യിരിക്കും, ഇതെടുത്തിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞ വിലയ്ക്ക് ഈ പറയുന്ന കസ്റ്റമറിന് കൊടുക്കാനൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെ ഉടായ്പുണ്ട്. അപ്പോൾ സ്വർണ്ണം മോഷിച്ചതാണെന്ന് അയാൾക്ക് അറിവുണ്ടായിരുന്നു, എന്നതിന് നേരിട്ടുള്ള തെളിവില്ലാത്തതുകൊണ്ട് അയാളെ കുറ്റക്കാരനാക്കാൻ പറ്റത്തില്ല. മോഷ്ടിച്ച സാധനങ്ങൾ കൈവശം വെച്ചതുകൊണ്ട് അയാൾ മോഷണക്കുറ്റത്തിന് ഉത്തരവാദിയാണ്. മോഷ്ടിച്ച സാധനങ്ങൾ കൈവച്ചുകൊണ്ട് മോഷണക്കുറ്റം അവിടെ നിൽക്കട്ടെ. സാധനങ്ങൾ മോഷ്ടിച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന വ്യക്തമായ വസ്തുക്കളിലേക്ക് മനഃപൂർവ്വം കണ്ണടച്ചും തെളിയിക്കപ്പെട്ടാൽ അയാൾ മോഷ്ടിച്ച സ്വത്തുക്കൾ പതിവായി കൈകാര്യം ചെയ്ത കുറ്റത്തിന് ഹാബിച്വൽ ഒഫൻഡർ.
സെക്ഷൻ 317 പറയുന്ന റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ സ്റ്റോളൻ പ്രോപ്പർട്ടികൾ കൈക്കലാക്കിക്കൊണ്ട് അതിന്റെ കച്ചവടം നടത്തുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേറെ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. 10 വർഷം വരെ തടവ്. സാധാരണ അതിന് 3 വർഷം. 317 സ്റ്റോളൻ പ്രോപ്പർട്ടി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോളൻ പ്രോപ്പർട്ടി കയ്യിൽ വെച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ സ്റ്റോളൻ പ്രോപ്പർട്ടി എടുത്ത് ഇതിപ്പം കട്ട മുതലാണ് എൻ്റെ കയ്യിൽ ഇരുന്നും പറഞ്ഞിട്ട് പണിഷ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അറിവുണ്ടായിരിക്കണം ഇത് എന്താണെന്ന്, ഇത് സ്റ്റോളൻ ആണ്, ഇത് മോഷ്ടിച്ചാണെന്ന് അറിയാൻ മാത്രമാണെങ്കിൽ 3 വർഷം വരെ എനിക്ക് തടവ് കിട്ടും. ഇനി അതല്ല, സ്ഥിരമായിട്ട് ഇത്തരം സാധനങ്ങൾ എടുത്തിട്ട് മറച്ചു വെക്കുന്ന പരിപാടിയാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ എന്താണ്? അത് 10 വർഷം വരെ തടവ്. 317 സ്റ്റോളൻ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഒരുപാട് സമയമായി. ഇതിനിപ്പോൾ BNSSും BSAയും കൂടി ഒരു ക്ലാസ്സിലങ്ങ് എടുത്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. BNSS കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് എടുക്കാതെ പോകുന്നത്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനകത്തോ ക്വസ്റ്റിനകത്തോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടംപോലെ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതിൽ അവൈലബിൾ ആണ്. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പറയുക.